നിയമലംഘനം നടത്തിയവർ ആ തെറ്റ് ഏറ്റുപറഞ്ഞ് ബോധവൽക്കരണം നടത്തിയാൽ എങ്ങനെയുണ്ടാകും? കാണാം ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവർ നടത്തിയ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്. മാവേലിക്കര ജോയിന്റ് RT ഓഫീസിലാണ് മാനസാന്തരം വന്നവർ പരിശീലന ക്ലാസ് നയിച്ചത്. അപകടങ്ങൾ പതിവായ കായംകുളം പുനലൂർ റോഡിൽ കഴിഞ്ഞ മാസം അവസാനമായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം. ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. ലൈസൻസ് റദ്ദാക്കിയതിനു പുറമെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പത്തനാപുരം ഗാന്ധിഭവനിലും സേവനം ചെയ്യാനും മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ നടപടി ഗുണം ചെയ്തു. നിയമലംഘനം നടത്തിയവർ മാനസാന്തരം വന്ന നല്ല കുട്ടികളായി. എനിക്കതിൽ നിന്ന് എന്റെ തെറ്റുകൾ മനസ്സിലാക്കാനും ഞാൻ കാണിച്ച തെറ്റ് എത്ര ഗുരുതരമായ ഒരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു. ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്തുവാന്ന് നല്ല രീതിക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും അങ്ങനെ വണ്ടി ഓടിക്കത്തില്ല. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആരും വണ്ടി ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ തിരുത്താൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഗാന്ധിഭവനിൽ ചെന്നപ്പോഴാണ് ഞാൻ കുറച്ച് ഇമ്പാക്ട് വന്നത്. വീട്ടിലും ആരും ഇല്ലാത്തവരും ഒറ്റപ്പെട്ടവരുമായ കുറെ പേരെ ഞങ്ങൾ കണ്ടു. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരൊറ്റയ്ക്കാവും. അവരെ ആരെങ്കിലും ഇങ്ങനെ വിട്ടാൽ നമുക്ക് എന്തുണ്ടാകുമെന്ന് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി. പിഴയടപ്പിക്കാതെ യുവാക്കളെ പരിശീലനത്തിനയച്ചത് ഗുണം ചെയ്തു എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും വിലയിരുത്തൽ. വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. നമ്മൾ വെറുതെ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരവരുടെ അനുഭവങ്ങൾ പറയുക, അവരിൽ പറ്റിയ മാനസിക പരിവർത്തനങ്ങളും ഈ സാമൂഹ്യ സേവനത്തിൽ കൂടി കിട്ടിയെന്നുള്ളതിൽ മോട്ടോർ വാഹന വകുപ്പ് ഏറെ കൃതാർത്ഥമാണ്. പിഴ കൊടുത്തിട്ടും റോഡിൽ അഭ്യാസ പ്രകടനം നടത്തി അപകടമുണ്ടാക്കുന്നവരെ നേർവഴി നടത്താൻ ഇതുപോലെയുള്ള പരിശീലനം ഉപകരിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനം. റിപ്പോർട്ടർ, ആലപ്പുഴ.